നമസ്കാരം. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ അവസാന വിദേശ യാത്രയാണോ പിണറായി വിജയൻ പോയത് എന്നൊരു സംശയം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ഉടനീളം കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ടാകും. മുഖ്യമന്ത്രി എവിടെയെല്ലാം പോകുന്നു, ആരെയെല്ലാം കാണുന്നു എന്ന കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കും. മുൻപ് പിണറായി വിജയനെതിരെ നിരവധി ദുരൂഹമായ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ പരിശോധന നടത്തുന്നത് എന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് പ്രതികൂലമാകുമെന്ന് മനസ്സിലാക്കിയാണ് ഫലം അറിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയും കുടുംബവും വിനോദയാത്രയ്ക്ക് വിദേശത്തേക്ക് പോയതെന്നാണ് സൂചന. 20-ൽ 20 പോയാൽ മുഖ്യമന്ത്രി സ്ഥാനം സ്വാഹയാകുമെന്ന് CPM-ലെ ഉന്നത നേതാക്കൾ ആണയിട്ട് പറയുന്നുണ്ട്. ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ തരക്കേടില്ലെന്നും എന്നാൽ ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ലെന്നും CPM നേതാക്കൾ പറയുന്നു. ഒരു സീറ്റിലെങ്കിലും BJP വിജയിച്ചില്ലെങ്കിൽ അതും മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടാകും. എത്രയും വേഗം ലോകം കറങ്ങി തിരിച്ചെത്താമെന്ന ഐഡിയയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ആരെയും കൂസുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വിനോദയാത്ര. കേരളത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും തനിക്കൊന്നുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമായി അദ്ദേഹത്തിന്റെ വിനോദസഞ്ചാരത്തെ എല്ലാവരും കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ കണക്കുകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ സർക്കാർ മുമ്പ് തീരുമാനിച്ചിരുന്നു. വിവരാവകാശമോ നിയമസഭാ ചോദ്യമോ വന്നാലും മറുപടി നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ലണ്ടൻ ഹൈക്കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടതോടെയാണ് പിണറായി വാലും ചുരുട്ടി ഓടിയത്. കണക്കുകൾ സംബന്ധിച്ച ഫയലുകളെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തി ഒന്നും നേടാതെ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടി റെക്കോർഡ് സൃഷ്ടിച്ചത്. ലണ്ടനിൽ മുഖ്യമന്ത്രിയും സംഘവും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനും നഗരയാത്രകൾക്കുമായി ചെലവിട്ടത് 43.14 ലക്ഷം രൂപയാണെന്ന് ലണ്ടൻ ഹൈക്കമ്മീഷനിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം സുരേന്ദ്രന് വിവരം ലഭിച്ചു. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ഉല്ലാസയാത്ര നടത്താൻ ഖജനാവിലെ പണം ധൂർത്തടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിത്യചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ LDF സർക്കാർ പകച്ചു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സകുടുംബം ഉല്ലാസയാത്ര പോയത്. മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായെന്ന് ആരും വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴും കാലങ്ങളായി തുടരുന്ന ധൂർത്ത് സർക്കാർ വർദ്ധിപ്പിക്കുകയാണ്. കടം വാങ്ങി ശമ്പളവും പെൻഷനും നൽകുന്ന സർക്കാർ പാലിനും വെള്ളത്തിനും വൈദ്യുതിക്കും മദ്യത്തിനും തുടങ്ങി എല്ലാത്തിനും വില കൂട്ടി ജനങ്ങളെ ദുരിതത്തിലാക്കി. മുമ്പ് ഇന്ത്യൻ കമ്പനിയായ ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച നടത്താൻ ബോംബെയിൽ പോകേണ്ടതിന് പകരം പിണറായി യൂറോപ്പിലേക്കാണ് പോയത്. ലണ്ടനിൽ വെച്ച് ഹിന്ദുജ ഗ്രൂപ്പുമായി സംസാരിച്ചെന്നാണ് പറയുന്നത്. ഹിന്ദുജ ബോംബെ ആസ്ഥാനമായുള്ള ഇന്ത്യൻ കമ്പനിയാണ്. അവരുമായി ചർച്ച നടത്താൻ ലണ്ടനിൽ പോകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇതിനു മുൻപും നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. 2019 മെയ്യിൽ നെതർലാൻഡ്സ് സന്ദർശിച്ച മുഖ്യമന്ത്രി റൂം ഫോർ റിവർ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല. പദ്ധതി ചെളിവാരൽ പദ്ധതിയായി അവശേഷിച്ചു. നേരത്തെ ജപ്പാൻ, കൊറിയ സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഏതെല്ലാം നടപ്പായെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല. നാളെയുടെ പദാർത്ഥമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഗ്രഫീൻ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഒരു പ്രഖ്യാപനം. ഗ്രഫീൻ ഇന്നൊവേഷൻ സെന്റർ തുടങ്ങാൻ കേരളം തീരുമാനിച്ചെന്ന് 2022 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ പദ്ധതി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജിയും ചേർന്ന് നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കും സോഷ്യൽ വർക്കർമാർക്കും UK-യിലേക്ക് തൊഴിൽ കുടിയേറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ ആദ്യം മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് UK-യും കേരളവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടെന്നാണ്. പിന്നീട് അത് മാറ്റി UK-യിലെ ഹംബർ ആൻഡ് നോർത്ത് യോർക്ക് ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്ണർഷിപ്പുമായി നോർക്ക റൂട്ട്സ് ധാരണാപത്രം ഒപ്പിട്ട് വെച്ചെന്നാണ്. ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്ണർഷിപ്പ് സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം മാത്രമാണ്. ഇതിലൂടെ ആരെയും ജോലിക്ക് അയക്കാനാകില്ല. മിക്ക യാത്രയിലും പിണറായി ഭാര്യയെയും മകളെയും ചെറുമകനെയും ഒപ്പം കൂട്ടാറുണ്ട്. എന്നാൽ ഇതിനായി എത്ര രൂപ ചെലവഴിച്ചു എന്ന വിവരം സർക്കാർ പുറത്തുവിടില്ല. സാമ്പത്തിക ഞെരുക്കത്തിൽ വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമായ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കടമെടുത്ത് നൽകേണ്ട സ്ഥിതിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രാ ചെലവുകൾക്ക് ധനവകുപ്പ് നിർലോഭം പണം ചെലവഴിക്കുന്നുമുണ്ട്.
പ്രളയാനന്തരം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നതിന് മുഖ്യമന്ത്രി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഒരു ഡസനിലേറെ മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് അനുമതി തേടിയെങ്കിലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ മുഖ്യമന്ത്രിയും നോർക്ക സെക്രട്ടറിയുമാണ് വിദേശത്തേക്ക് പോയത്. യാത്രയുടെ ഫലമായി എത്ര രൂപ സമാഹരിക്കാനായെന്ന് നിയമസഭയിൽ VT ബൽറാമിന്റെ ചോദ്യത്തിന് ആദ്യം സർക്കാർ മറുപടി നൽകിയില്ല. പിന്നീടും പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യം ആവർത്തിച്ചതോടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചില്ലെന്നായിരുന്നു മറുപടി. നിയമസഭയിൽ പറയാതെ വെബ്സൈറ്റിലാണ് മറുപടി പ്രസിദ്ധീകരിച്ചത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്രയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവാക്കിയെന്ന NA നെല്ലിക്കുന്നിന്റെ ചോദ്യത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി കിട്ടിയിട്ടില്ല. വിദേശയാത്രയ്ക്കായി ചെലവിട്ട തുക സംബന്ധിച്ച് വിവരം ശേഖരിച്ചു വരികയാണെന്ന സ്ഥിരം പല്ലവിയാണ് സർക്കാർ ആവർത്തിക്കുന്നത്. വിവരാവകാശ നിയമം അനുസരിച്ചുള്ള ചോദ്യത്തിനും മറുപടി പഴയത് തന്നെ. ഖജനാവിൽ നിന്ന് ചെലവഴിച്ച പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്താതെ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളുടെ നേട്ടമായി ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ് അവതരിപ്പിച്ചത്. തുടക്കത്തിലെ പാളിയ പ്രവാസി ചിട്ടിയും അദാനിക്ക് കൈമാറിയ തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിലുള്ള മുതൽ മുടക്കും ഉൾപ്പെടെ നടക്കാത്ത വാഗ്ദാനങ്ങളാണ് നേട്ടമായി സർക്കാർ നിരത്തുന്നത്. ഗൾഫിൽ സന്ദർശന വേളയിൽ 10 ദിവസത്തിലേറെ സ്വകാര്യ ആവശ്യങ്ങൾക്കും മുഖ്യമന്ത്രി UAE-യിൽ തങ്ങി. പ്രത്യേക അപേക്ഷ നൽകിയാണ് മുഖ്യമന്ത്രി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ UAE-യിൽ തങ്ങിയത്. ഇതിന്റെ ചെലവ് സ്വയം വഹിച്ചെന്നാണ് കണക്ക്. മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് സന്ദർശനം പൂർണ്ണമായും പരാജയമായിരുന്നു. പുഷ്പഫല മേഖലയിൽ സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങിയ മേഖലയിൽ സഹകരണ വാഗ്ദാനം ചില കമ്പനികൾ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. വെനീസ്, ആംസ്റ്റർഡാം, ലണ്ടൻ എന്നിവിടങ്ങളിൽ കറങ്ങിയ മുഖ്യമന്ത്രിയുടെ പര്യടനം നിഷ്ഫലമായിരുന്നു. ലോകബാങ്കും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് വാഗ്ദാനം ചെയ്ത തുക മുഖ്യമന്ത്രിയുടെ യൂറോപ്യൻ പര്യടന നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ ശ്രമം നടന്നെങ്കിലും വിജയിച്ചിട്ടില്ല. ജനീവയുടെ മാലിന്യ സംസ്കരണ സംവിധാന സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ ധാരണയിലെത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. വിദ്യാഭ്യാസ മേഖലയിൽ സ്വിറ്റ്സർലാൻഡുമായി സഹകരണത്തിന് ധാരണയെത്തിയെന്ന വാഗ്ദാനവും നിഷ്ഫലമായി. ദുബായിൽ വ്യവസായ സമൂഹവുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തത് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ്, ആസ്റ്റർ, DP വേൾഡ് കമ്പനികളാണ്. കേരളത്തിൽ ഈ കമ്പനികൾ നേരത്തെ പ്രഖ്യാപിച്ച മുതൽ മുടക്ക് യോഗത്തിൽ ആവർത്തിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം ഉറപ്പാക്കുകയാണ് ജപ്പാനിൽ പോയ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. സർവകലാശാല മേധാവികളെ നിയോഗിക്കേണ്ട കാര്യത്തിനാണ് പരിവാര സമേതം മുഖ്യമന്ത്രി ജപ്പാനിലെത്തിയത്. ഏറ്റവും കൂടുതൽ തവണ വിദേശ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി എന്ന നേട്ടം ഇപ്പോൾ തന്നെ പിണറായി വിജയനാണ്. ഏതായാലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ യാത്ര. അതുകൊണ്ട് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കാനും നിശ്ചയിച്ചിരിക്കുന്നത്. നന്ദി.